ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷൻ, ഡോക്ടർ സ്കിൻ. അത്യാധുനിക സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും എല്ലാ ത്വക്രോഗ ചികിത്സകളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ. കേരളത്തിൽ ഏറ്റവുമധികം ബ്രാഞ്ചുകളുള്ള സ്കിൻ കെയർ ക്ലിനിക് ഡോക്ടർ സ്കിൻ, ചെറുട്ടി റോഡ്, കോഴിക്കോട്. കോൾ 8281305000. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ. കുട്ടികളിലെ വ്യായാമം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ വേലായുധൻ. കുട്ടികൾക്ക് എന്തിനാണ് വ്യായാമം? മാനസികവും ശാരീരികവുമായ ആരോഗ്യം നമ്മുടെ ആക്റ്റീവ് ടൈമിനെ അഥവാ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയെ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന സമയത്തെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചെറിയ കുട്ടികളുടെ വളർച്ച, പ്രത്യേകിച്ച് ഹൃദയം, ശ്വാസകോശം, മസിൽ, അസ്ഥി എന്നിങ്ങനെയുള്ള വളർച്ചകൾ കുട്ടികളുടെ ആരോഗ്യകരമായ വ്യായാമത്തെ ആശ്രയിച്ചിരിക്കുന്നു. കുട്ടികളിലെ ശരീരഭാരം കൃത്യമായി ക്രമപ്പെടുത്തുന്നു. ഒബീസിറ്റി അഥവാ പൊണ്ണത്തടിയെ തടയാൻ വളരെയധികം സഹായിക്കുന്നു. പൊണ്ണത്തടി ഉണ്ടാവാനുള്ള 2 പ്രധാന കാരണങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും 1 വയസ്സാവുമ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ തടി ഉണ്ടാവുന്ന സെല്ലുകൾ അടിഞ്ഞുകൂടുന്നതുമാണ്. ശരീരഭാരം ക്രമപ്പെടുത്തുന്നതിൽ വ്യായാമത്തിന് വളരെ വലിയ റോളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നടത്തത്തിൻ്റെ ശൈലി ശരിയാക്കി നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പരിക്കുകൾ കുറയ്ക്കുന്നു. ബാലൻസ് അഥവാ നടക്കുമ്പോഴേക്ക് തട്ടിത്തടഞ്ഞ് വീഴാനുള്ള സാധ്യത കുറയ്ക്കുന്ന പ്രധാന ഒരു കാര്യം വ്യായാമമാണ്. കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും വ്യായാമം അത്യന്താപേക്ഷിതമാണ്. ബുദ്ധി വളർച്ചയ്ക്ക് എങ്ങനെയാണ് വ്യായാമം സഹായിക്കുന്നത്? മാനസികോല്ലാസം തരുന്ന എൻഡോർഫിനുകൾ കളികളിലൂടെയാണ് പലപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സാമൂഹികമായ വളർച്ച അഥവാ സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവുകൾ കളികളിലൂടെയാണ് ഇത് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത്. ഓർമ്മശക്തി ഉണ്ടാക്കാനും ലീഡർഷിപ്പ് അഥവാ നായക സ്വഭാവമുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാനും ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വ്യായാമം നമ്മളെ വളരെയധികം സഹായിക്കുന്നത് കുട്ടികളിൽ കളികൾ തന്നെയാണ് വ്യായാമം എന്നുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് കുട്ടികളുടെ വ്യായാമം നാം ശ്രദ്ധിക്കേണ്ടത്? അപകടരഹിതമായ സ്ഥലങ്ങളിൽ മാത്രമാണ് വ്യായാമം ചെയ്യാൻ പാടുള്ളത്. അതുപോലെ മുതിർന്നവരുടെ സാന്നിധ്യത്തിലാണ് ഈ കളികളൊക്കെ തന്നെ നടത്തേണ്ടത്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കമിഴ്ത്തി കിടത്തി നാം കുട്ടിയുടെ കൂടെ ഇരുന്ന് കൊഞ്ചിക്കുന്നത് ഏറ്റവും നല്ല വ്യായാമ മുറകളിൽപ്പെട്ടതാണ്. കുഞ്ഞിനൊത്ത് നാം കളിക്കുക, അതല്ലാതെ കുഞ്ഞിന് വേറെ ഒരു എക്സസൈസ് ടൈമിൻ്റെ ആവശ്യമില്ല. 1 മുതൽ 2 വയസ്സ് വരെ അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും കുട്ടി ഓടിച്ചാടി മറ്റു കുഞ്ഞുങ്ങളോടൊത്തോ മുതിർന്നവരോടൊത്തോ കളിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. 3 മുതൽ 5 വയസ്സ് വരെ കുട്ടിക്ക് നിൽക്കാനും ഉരുളാനും നടക്കാനും കളിക്കാനും ഒക്കെ സാധിക്കുമല്ലോ. ഇതിനെ നാം ലൈറ്റ് ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓടുക, ചാടുക, ബോളിൻ്റെ പിറകെയുള്ള കളികൾ, ഡാൻസ്, നീന്തൽ, ഇതൊക്കെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് ടൈപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ആക്ടിവിറ്റി കുഞ്ഞിന് വളരെ പ്രധാനമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അടങ്ങിയിരിക്കാൻ, 1 മണിക്കൂറിൽ കൂടുതൽ അടങ്ങിയിരിക്കാൻ കുഞ്ഞിനെ പ്രേരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ. ഇനി 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 3 മണിക്കൂറെങ്കിലും ആക്ടിവിറ്റി വളരെ പ്രധാനമാണ്. കൂടുതലായാൽ അത്രയും ഉത്തമം. രോഗാവസ്ഥയിലുള്ളവർ അഥവാ ഡയബറ്റിസ്, പൊണ്ണത്തടി, നടക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ, ഇവർക്കൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമം ആണ് ഏറ്റവും ഉത്തമം. അത് സ്പെഷ്യലിസ്റ്റുകളോട് തിട്ടപ്പെടുത്തി നിങ്ങൾ എടുക്കേണ്ട കാര്യമാണ്. കൂട്ടം കൂടി കളിക്കുന്ന കുട്ടികളിലും കുടുംബത്തിലും കൂടുതൽ ഊഷ്മള ബന്ധങ്ങൾ കാണപ്പെടുന്നു. അവർക്ക് വൈകാരികമായി കൂടുതൽ ഉന്നതിയും കാണപ്പെടുന്നു. ഇമോഷണൽ കോഷ്യന്റ് അഥവാ വീണാൽ എണീറ്റ് നടക്കാനുള്ള ഒരു ശക്തി അവരിൽ കൂടുതലായി കാണപ്പെടുന്നു. എന്താണ് വ്യായാമത്തിനെ കൊണ്ടുള്ള ദീർഘകാല ഗുണങ്ങൾ? ഭാവിയിലുള്ള പൊണ്ണത്തടി, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രോക്ക്, തടി കൂടിയതുകൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഇവയെ തടയാൻ സാധിക്കുന്നു. കുട്ടികളിലെ വ്യായാമം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ വേലായുധൻ. ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ.